വീട്ടിലിരുന്ന് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സിറ്റുവേഷൻ ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സിമ്പിൾ സെൻറ്റൻസസ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഡ്രസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫോർ എക്സാമ്പിൾ ഒരു ട്രിപ്പിന് പോവാണ്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സ്കൂളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഈ സിറ്റുവേഷനിലൊക്കെ കുഞ്ഞിനോട് എങ്ങനെ സംസാരിക്കും? ഓക്കെ, അപ്പോൾ സമയം കളയാതെ നമുക്ക് ഡ്രസ്സിങ് റൂമിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ റൂമിലേക്ക് പോയി കുഞ്ഞ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, പെട്ടെന്ന് ഒരുങ്ങൂ, വേഗം ഒരുങ്ങൂ, നമുക്ക് സമയമില്ല, പെട്ടെന്ന് പോകണ്ടേ. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? കം ഓൺ, ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ഡ്രെസ്ഡ് അപ്പ്, വി നീഡ് ടു ബി ക്വിക്ക്. പെട്ടെന്ന് നമുക്ക് പോകണം. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞിനെ നോക്കിയിട്ട് ചോദിക്കണു, നിനക്കിപ്പോൾ ഏത് ഡ്രസ്സാണ് വേണ്ടേ? ഡു യു വോണ്ട് ഗ്രീൻ ഓർ പിങ്ക് ടുഡേ? നിനക്ക് പിങ്ക് ഡ്രസ്സ് വേണോ അതോ ഗ്രീൻ ഡ്രസ്സ് വേണോ? എങ്ങനെ നമ്മളത് ചോദിക്കുക? ഡു യു വോണ്ട് ഗ്രീൻ ഓർ പിങ്ക് ടുഡേ? അപ്പോൾ കുഞ്ഞ് പറയും ഇത് മതി. അപ്പോൾ നമ്മൾ കുഞ്ഞിനത് എടുത്തു കൊടുക്കും. ഞാൻ ഈ ഓരോ സിറ്റുവേഷനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇതിന് ചെയിനായിട്ട് ഓർത്തിട്ട് പറയാനാട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ മുടിയിലേക്ക് ചെന്നിട്ട് നമ്മൾ പറയും, കം ഓൺ ലെറ്റ് മീ കോംബ് യുവർ ഹെയർ. ഓർ അല്ലെങ്കിൽ നമുക്ക് പറയാം, ലെറ്റ് മോമി ടൈ യുവർ ഹെയർ അപ്പ്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും കോംബ് എന്ന് പറയല്. സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നു പോയാലും ബി അവിടെ സൈലൻ്റ് ആണ്. കുഞ്ഞിപ്പോൾ എന്തെങ്കിലും ഒരു സംശയം നമ്മളോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം എം കഴിഞ്ഞിട്ട് വരാം, കോംബ്, തം. മനസ്സിലായോ? അതൊക്കെ കോംബല്ല, കോം, തം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? ലെറ്റ് മീ കോം യുവർ ഹെയർ, അല്ലെങ്കിൽ ലെറ്റ് മോമി ടൈ യുവർ ഹെയർ അപ്പ്. ഞാൻ കെട്ടിത്തരാം നിനക്ക്. അപ്പോൾ കുഞ്ഞ് സന്തോഷമാവും മിക്കപ്പോഴും. ഒരു 8 വയസ്സൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞ് പറയും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക? എല്ലാം വേഗം പാക്ക് ചെയ്തോളൂ, നിൻ്റെ ബാഗ് എടുക്ക്, കമോൺ ഗോ ടേക്ക് യുവർ ബാഗ്, ഗോ ഗെറ്റ് യുവർ ബാഗ് ഫാസ്റ്റ്. പെട്ടെന്ന് ബാഗ് എടുത്തോ, നമുക്ക് പോകണ്ടേ, ട്രിപ്പിന് പോകണ്ടേ. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞത് വഴി നിങ്ങൾക്ക് എത്ര സെൻറ്റൻസസ് ആണ് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയത്? സെൻറ്റൻസ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ ഇംഗ്ലീഷ് മാത്രമായിട്ട് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഇൻട്രസ്റ്റിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. പകരം നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പറയും എന്ന് ഓർത്തെടുത്ത് പഠിക്കാൻ പറ്റിയാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. ഓക്കെ, കേട്ടാൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യുക. റൈറ്റ്? ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സിലൂടെ പഠിക്കാവുന്നതാണ്. സോ ക്ലിക്ക് ദ ലിങ്ക് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്. English House. English at your fingertips.